2023 ഏറ്റവും മികച്ച ചിത്രം. ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യമായിട്ട് പറയുമ്പോൾ പലർക്കും പല സിനിമകളുണ്ടാവാം. പലർക്കും ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്, പല ഭാഷകളുണ്ട്, പല സംഭവങ്ങളുണ്ട്, പല നടന്മാരുടെ പ്രകടനങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെടാൻ ഒറ്റ സിനിമയുള്ളൂ, സപ്തസാഗര ദച്ചയിലോ. സപ്തസാഗര സൈഡ് എ, സൈഡ് ബി എന്നിങ്ങനെ രണ്ട് പാർട്ട് ഉണ്ടെങ്കിലും ഇത് രണ്ടും ചേർത്ത് ഒരൊറ്റ സിനിമയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം ഒരു പേപ്പറിന്റെ രണ്ട് വശങ്ങൾ പോലെ ഒന്നു തന്നെയാണ് സപ്തസാഗര ദച്ചയിലോ എന്ന കഥ. രക്ഷി ഷെട്ടി നായകനായ രുക്മിണി വസന്ത്, ചൈത്ര ജെ ആചാർ എന്നിവർ മുഖ്യവേഷങ്ങളിലെത്തുന്ന സിനിമയാണ് സപ്തസാഗർ ദച്ചയിലോ. ഹേമന്തൻ റാവു സംവിധാനം ചെയ്ത ഈ റൊമാൻറ്റിക് ഡ്രാമ ഒരുപക്ഷെ കന്നഡ സിനിമയിലെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ തന്നെ ഏറ്റവും മനോഹരമായ സിനിമകളാണ്. മനോഹരമായ സിനിമ എന്നതിന് ഉദ്ദേശിച്ചത് എല്ലാം കൊണ്ട് തന്നെയാണ്. അത് ഡയറക്ഷൻ കൊണ്ടാകാം, സംഭാഷണങ്ങൾ കൊണ്ടാവാം, വിഷ്വലി, മ്യൂസിക്കലി എല്ലാ വശങ്ങൾ കൊണ്ടും ഏറ്റവും മനോഹരമായ, ഏറ്റവും മികച്ച സിനിമ. രണ്ട് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ഈ സിനിമ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മനു എന്ന ഒരു പാവം കാർ ഡ്രൈവറിലാണ്. രക്ഷി ഷെട്ടി മനുവായി അഭിനയിക്കുന്ന ഈ കഥയിൽ മനുവിൻ്റെ പ്രേമത്തിന് വേണ്ടിയുള്ള സഞ്ചാരവും അതിനെ തുടർന്നുണ്ടാകുന്ന ഒരു അപകടവും അതിനുശേഷം സംഭവിക്കുന്നതുമാണ് രണ്ട് സിനിമകളായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നീല എന്ന നിറത്തെ പ്രധാനമായും ആസ്പദമാക്കിയാണ് സപ്തസാഗർ ദച്ചയിലോ എ കടന്നു പോകുന്നത്. അയാളുടെ ജീവിതം, അയാളുടെ കാമുകിയായ പ്രിയയുടെ ജീവിതം, അവരുടെ ഒരുമിക്കാനുള്ള പാടുപെടലുകൾ, അതിനുവേണ്ടി നടത്തുന്ന വലിയ ത്യാഗങ്ങൾ, ഒറ്റപ്പെടലുകൾ, പോരാട്ടങ്ങൾ എന്നിവയുടെ കഥയാണ് സപ്തസാഗർ ദച്ചയിലോ സൈഡ് എ. സൈഡ് ബിയിലേക്ക് വരുമ്പോൾ കഥ പ്രധാനമായും ഞാൻ പറഞ്ഞ സ്പോയിലർ ആക്കുന്നില്ല എങ്കിലും അവരുടെ പ്രണയത്തിന്റെ സഞ്ചാരങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ അതിൽ ഒരാൾ സുരഭി എന്ന ചൈത്ര ജെ ആചാർ അവതരിപ്പിക്കുന്ന കഥാപാത്രം കടന്നു വരുന്നുണ്ട്. നായകനെയും നായികയെയും തോൽപ്പിക്കുന്ന തരത്തിൽ അതിഗംഭീരമായ പ്രകടനമാണ് സുരഭിയായി ചൈത്ര ജെ ആചാർ കാഴ്ചവെച്ചിരിക്കുന്നത്. ചുവപ്പ് എന്നൊരു നിറത്തെ ആസ്പദമാക്കി തന്നെയാണ് സൈഡ് ബി ഹേമന്തൻ റാവു ഒരുക്കിയിരിക്കുന്നത്. രക്ഷി ഷെട്ടി, രുക്മിണി വസന്ത്, ചൈത്ര ജെ ആചാർ, മുൻപ് പറഞ്ഞതുപോലെ ഈ മൂന്ന് ആൾക്കാരുടെയും കരിയർ ബെസ്റ്റ് അല്ലെങ്കിൽ അവരെ കാണാവുന്നതിൽ ഏറ്റവും ഗംഭീര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച സിനിമയാണ് സപ്തസാഗർ ദച്ചയിലോ. രണ്ടുപേരുടെ പ്രകടനം കൂടെ എടുത്തു പറഞ്ഞേ മതിയാവും. ഒന്ന്, സോമ എന്ന വില്ലൻ കഥാപാത്രമായി എത്തിയ രമേശ് ഇന്ദിര. കാണുന്ന കാഴ്ചയിൽ, കേൾക്കുന്ന ചിരിയിൽ ആകമാനം നമ്മൾ അയാളെ അപ്പാടെ വെറുക്കുന്നുണ്ട്. രണ്ടാമത്തേത്, പ്രകാശ എന്ന റോളിലെത്തിയ ഗോപാലകൃഷ്ണ ദേശ്പാണ്ഡെ എന്ന മനുഷ്യനാണ്. ആദ്യ ഭാഗത്തിൽ കുറച്ചു മാത്രമേ ഉള്ളെങ്കിലും രണ്ടാം ഭാഗത്തിൽ മനുവിനൊപ്പം ഒരു സുഹൃത്ത്, പൂർണ്ണമായും ഒരു സുഹൃത്ത് എന്ന അർത്ഥത്തിൽ കൂടെ നിൽക്കുന്ന ഗംഭീര കഥാപാത്രമാണ് പ്രകാശ എന്ന റോളിൽ ഗോപാലകൃഷ്ണ ദേശ്പാണ്ഡെ ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കിയാലും മധുരമാണ് ആ സിനിമ. ക്ലൈമാക്സിൽ മനു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഒരു വലിയ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ഈയിടെ കണ്ടതിൽ വെച്ചിട്ട് വളരെ റിയലിസ്റ്റിക് ആയി എടുത്ത മനോഹരമായ ഒരു ഫൈറ്റ് സീക്വൻസ് ആണിത്. വയലൻസിനായി ചോര തെറിക്കുകയോ ബോംബാക്രമണങ്ങളോ ഒന്നും കാണിക്കാതെ തന്നെ അതിന്റെ ഭീകരത പ്രേക്ഷകന് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. റൊമാൻറ്റിക് ഡ്രാമ. റൊമാൻറ്റിക് ഡ്രാമ എന്ന ലേബലിൽ മാത്രം രണ്ട് പാർട്ടുകളായി ഒരു വലിയ കഥ പറഞ്ഞു തീർക്കുന്നു. സിനിമയാകട്ടെ കന്നഡയിലും അതിനു പുറത്തും വമ്പൻ ഹിറ്റാവുകയും ചെയ്യുന്നു. ത്രില്ലർ, ആക്ഷൻ, ഫാന്റസി ജോണറുകളിൽ വമ്പൻ താരങ്ങളെ കൊണ്ടുവന്ന് ബിഗ് ബഡ്ജറ്റ് പടം നിർമ്മിച്ച് അവസാനത്തെ 5 മിനിറ്റ് അടുത്ത ഭാഗത്തിനായി മാത്രം ഹൈപ്പ് കൊടുത്തിറക്കുന്ന പല സിനിമകൾക്കിടയിലും പഠിക്കാവുന്ന ഒരു പാഠമാണ് സപ്തസാഗര ദച്ചയിലോ എന്ന റൊമാൻറ്റിക് ഡ്രാമ. ഒരൊറ്റ കാര്യം കൂടി പറയുന്നു. ഈ സിനിമ, രണ്ട് സിനിമകളും സപ്തസാഗര ദച്ചയിലോ സൈഡ് എ, സൈഡ് ബി, രണ്ട് സിനിമകളും എല്ലാവരും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും കാണണം. ആമസോൺ പ്രൈമിൽ ഈ രണ്ട് സിനിമകളും ലഭ്യമാണ്. കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.